എ 10 ദിവസം കൊണ്ട് 30 റൂം പെയിന്റ് ചെയ്യും, ബി 15 ദിവസം കൊണ്ട് 30 റൂമുകൾ പെയിന്റ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായേ. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹായ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ഉള്ള പരീക്ഷകൾ നമ്മൾ എടുത്തു നോക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് നടന്നിട്ടുള്ള പരീക്ഷകളാണെങ്കിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന, അതായത് ജോലിയും സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് തന്നെ പല വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇപ്പോൾ ടൈം ആൻഡ് വർക്കിന് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള ടൈം ആൻഡ് വർക്കിൻ്റെ എല്ലാ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾക്ക് ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെറുതെ നമ്മൾ ഒരു ഫോർമുല വെച്ചോ ഒരു ഇക്വേഷൻ വെച്ചോ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ പ്രോബ്ലം നമ്മൾ ചെയ്ത് പഠിക്കേണ്ട. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് അറിഞ്ഞ് തന്നെ പഠിക്കണം. എന്തുകൊണ്ടാണ് കോൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഏത് വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതിൽ നിന്ന് എന്ത് ചേഞ്ച് വരുത്തി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു LD ലെവലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബേസ് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസ് നോക്കാം. ബേസ് നമ്മൾ എങ്ങനെയാണ് ഈ വർക്ക് ആൻഡ് ടൈമിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, 2 പേരുണ്ട്. ഒന്നാമത്തെ ആളുടെ പേര് A എന്ന് വിചാരിച്ചോളൂ, രണ്ടാമത്തെ ആളുടെ പേര് B. അപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ Aക്കാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻസിഡൻറ്റ്, ഞാൻ ഈ പറയാൻ പോകുന്ന കഥ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, A എന്ന് പറയുന്ന ആളാണെങ്കിൽ ഒരു ജോലി ഒരു 10 ദിവസം കൊണ്ട് ചെയ്യും എന്ന് പറയുന്നു. B ആണെങ്കിൽ അതേ ജോലി 15 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, B നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നല്ല കഴിവുള്ള ആളായതുകൊണ്ടാണ് കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യുന്നത്, ജോലി പൂർത്തിയാക്കുക. അപ്പോൾ A ഒരു ജോലി 10 ദിവസം കൊണ്ടും B ഒരു ജോലി 15 ദിവസം കൊണ്ടും. A can do a piece of work in 10 days and B can do it in 15 days എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇവർ ഒരുമിക്കുകയാണ് കേട്ടോ. Aയും Bയും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അവർ ഈ ജോലി പൂർത്തിയാക്കും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇക്വേഷൻ മെത്തേഡ് ഉണ്ട്, ഫോർമുലയുണ്ട് കേട്ടോ. ഫോർമുല ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഒരു മെത്തേഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷൻസ്, നമ്മൾ എഫിഷ്യൻസി എന്താണ്, ഒരു ദിവസത്തെ വർക്ക് 1/10 എന്നൊക്കെ എടുത്ത് ചെയ്യുന്ന വേറൊരു മെത്തേഡുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇതല്ല. ഇത് രണ്ടിനും വ്യത്യസ്തമായിട്ട് വേറൊരു മെത്തേഡാണ് നമ്മളിന്ന് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ A ഒരു ജോലി 10 ദിവസം കൊണ്ടും B ഒരു ജോലി 15 ദിവസം. നമുക്ക് ഈ തുടക്കം പറയുമ്പോൾ ബോർ അടിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, നമ്മൾ ആ ബേസ് നമ്മൾ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ബോർ അടിക്കരുത് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, ഞാൻ ഇതിൻ്റെ LCM എടുക്കുന്നു. എന്തിനാണ് LCM എടുക്കുന്നതെന്നൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ LCM എടുക്കാനൊക്കെ സിമ്പിളാണ്. നമ്മൾ LCM ആൻഡ് HCF നമ്മൾ പഠിച്ചു. നമ്മൾ ആ മെത്തേഡിലേക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. LCM എടുക്കാനായിട്ട് നമുക്കിവിടെ 2 നമ്പേഴ്സ് 10 ഉണ്ട് 15 ഉണ്ട്. 10 ഉണ്ട് 15 ഉണ്ട് എങ്കിൽ LCM എടുക്കാൻ വലിയ നമ്പർ കേട്ടോ. വർക്ക് ആൻഡ് ടൈമിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡാണ് പറയുന്നത്. വലിയ നമ്പർ ആരാ? വലിയ നമ്പർ 15. ഈ വലിയ നമ്പറായ 15 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ നമുക്ക് ആ 10ന്റെ ട്വൈസ് എടുക്കാം. 10ന്റെ ഇരട്ടി എത്രയാണ്? 10ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 30 ആണ്. ഈ 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ LCM എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 30 ആണ്. അപ്പം എന്താ നമ്മുടെ മെത്തേഡ്? തന്നിരിക്കുന്ന നമ്പറിൽ വലിയ നമ്പർ നോക്കുക. ആ വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ ഇരട്ടി എടുത്ത് നോക്കുക. ഒരു 2 തവണയോ ഒരു 3 തവണയൊക്കെ ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് LCM കിട്ടും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ LCM ഞാൻ എഴുതി, എന്താണ്? 30 ആണെന്ന് എഴുതി. എന്താണ് ഇവിടുത്തെ LCM എന്നറിയാമോ?
അത് ടോട്ടൽ വർക്കാണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. എന്താണ്? ആകെ ജോലിയാണ്, ടോട്ടൽ വർക്കാണെന്നാണ് ഇവിടുത്തെ LCMനെ നമ്മൾ ഇമാജിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ടോട്ടൽ വർക്ക്? ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമുക്ക് മൊത്തം ഒരു വലിയ വീടുണ്ടെന്ന് വിചാരിച്ചോളൂ. വലിയ വീടിൽ 30 റൂമുകളാണ് ഉള്ളത്. 30 റൂമുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. 30 മുറികളുണ്ട്. ഈ 30 മുറികൾ എക്ക് പെയിൻറ് ചെയ്യാൻ എത്ര ദിവസം വേണം? 10 ദിവസം വേണം. ഈ 30 മുറികൾ ടോട്ടൽ വർക്ക് നമ്മൾ എന്ത് ചെയ്തു? LCM എടുത്ത് നമ്മളിവിടെ മാറ്റി വെച്ചു. 30 റൂമുകളാണെന്ന് മനസ്സിലാക്കി. എക്ക് എന്ത് ചെയ്യുന്നു? എ ആണെങ്കിൽ 10 ദിവസം കൊണ്ട് 30 റൂമുകൾ പെയിൻറ് ചെയ്യും. ബി ആണെങ്കിൽ അത് 15 ദിവസങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത്രയും റൂംസ് പെയിൻറ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എ 10 ദിവസം കൊണ്ട് 30 റൂം പെയിൻറ് ചെയ്യും. ബി 15 ദിവസം കൊണ്ട് 30 റൂമുകൾ പെയിൻറ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായേ. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ദിവസത്തെ വർക്കാണ്. 1 ഡേ വർക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 1 ഡേ, ഒരു ദിവസത്തെ ജോലി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു ചെറിയ സംശയം. ഇപ്പോൾ മൊത്തം 30 വർക്കുണ്ട്. എ ആണെങ്കിൽ എന്താണ്? 10 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 30 റൂമുകളും പെയിൻറ് ചെയ്തെടുക്കുന്നത്. മൊത്തം 30 റൂമുകൾ, 30 റൂംസിന്റെ വർക്കിനെ 30 വർക്ക് എന്ന് പറയാം. അപ്പോൾ 30 വർക്ക് എ 10 ദിവസം കൊണ്ട് 30 വർക്ക് എ 10 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുമായിരിക്കും? ഒരു ദിവസം 3 റൂം വെച്ച് പെയിന്റ് ചെയ്യുമായിരിക്കും, അല്ലേ? ഒരു ദിവസം 3 റൂം വെച്ച് പെയിന്റ് ചെയ്യാതാലല്ലേ 10 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് പെയിന്റ് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. യെസ്. അപ്പോൾ 10 ഇൻറ്റു, നോക്ക്, ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടണം. ക്ലിയർ ആണേ? യെസ്. ഇനി നോക്ക് 15, നോക്ക്, മൊത്തം 30 റൂം. ബി ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യും? അത് 15 ദിവസം കൊണ്ടേ പെയിന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ബി 15 ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബി ഒരു ദിവസം എത്ര റൂംസ് വെച്ച് പെയിന്റ് ചെയ്ത് പോകണം? 2 റൂം വെച്ച് പെയിന്റ് ചെയ്ത് പോകണം. ഇപ്പം നോക്കിക്കേ, 10 ഇൻറ്റു 3 30, 15 ഇൻറ്റു 2 30. ക്ലിയർ ആണല്ലോ? അത് എങ്ങനെയാണ് എടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സെറ്റാണേ. എന്താ ഞാൻ പറഞ്ഞത്? എ എന്ത് ചെയ്യുന്നു? ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒരു ജോലി 15 ദിവസം കൊണ്ടും ചെയ്യുന്നു. നമ്മൾ LCM എടുത്തു. 1 ഡേ, ഒരു ദിവസത്തെ വർക്ക് ഞാൻ എന്ത് ചെയ്തു? എ 3 വർക്ക് വെച്ച് ചെയ്താലേ 30 വർക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ 10 ദിവസം കൊണ്ട്. ബി ഒരു ദിവസം 2 വർക്ക് വെച്ച് ചെയ്താൽ മാത്രമേ 15 ദിവസം കൊണ്ട് 30 വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി, ഇല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഇതെന്താണെന്നറിയാമോ? നമ്മൾ 1 ഡേ വർക്ക് എന്നും പറഞ്ഞ് എഴുതിയത് ശരിക്കും ഇവരുടെ എഫിഷ്യൻസിയെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ 1 ഡേ വർക്കായിട്ട് എഴുതിയത്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയാണ് 3:2. അവരുടെ കഴിവാണ് 3:2. കഴിവ് കൂടിയവന് കുറച്ച് ദിവസവും കഴിവ് കുറഞ്ഞവന് കൂടുതൽ ദിവസവും എടുക്കും ജോലി ചെയ്യാൻ. അതാണ് നമ്മുടെ കൺസെപ്റ്റ്, അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫിഷ്യൻസിയാണ് കേട്ടോ. 1 ഡേ വർക്ക് എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ എഫിഷ്യൻസിയാണ്. ഇത് ഡേക്ക് പകരം എന്താണ് അവറാക്കാം. എ ഒരു ജോലി 10 മണിക്കൂർ കൊണ്ടും ബി ഒരു ജോലി 15 മണിക്കൂർ കൊണ്ടും ചെയ്യും എന്നൊക്കെ പറയാം. മണിക്കൂറാണെങ്കിൽ 1 ഡേക്ക് പകരം എന്തായി മാറി? 1 അവർ എന്നായി, 1 മണിക്കൂർ എന്നായി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന 3ഉം 2ഉം എന്തുവാണ്? ഇവരുടെ എഫിഷ്യൻസിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? ഇപ്പൊ നോക്കിക്കേ, ഇവർ ഒരുമിക്കുകയാണെങ്കിൽ, എയും ബിയും കൂടി ഒരുമിക്കുകയാണ് എങ്കിൽ നോക്കിയേ, 3 + 2 5 വർക്ക് ഒരു ദിവസം ചെയ്യില്ലേ? എ ഒരു ദിവസം 3 വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 2 വർക്ക് ചെയ്യും. ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ഒരു ദിവസം 5 വർക്ക് ചെയ്യും. എങ്കിൽ 30 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് എത്ര ദിവസം വേണം? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ അവരുടെ എഫിഷ്യൻസി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എത്ര ദിവസം വേണം? 6 ഡേ, 6 ഡേ കൊണ്ട് ഇവർ ഈ വർക്ക് പൂർത്തിയാക്കും, എയും ബിയും കൂടി ചേർന്ന്. അപ്പോൾ ഞാൻ ഈ ചെയ്ത പ്രോബ്ലം ഒരിക്കൽ കൂടി പറയും, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒരിക്കൽ കൂടി പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കേസ് നോക്കി. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒരു ജോലി 15 ദിവസം കൊണ്ടും ചെയ്യും. എയും ബിയും കൂടി ഒരുമിക്കുന്നു എങ്കിൽ ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം LCM എടുക്കുന്നു. LCM ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ വർക്കായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് കേട്ടോ.
ടോട്ടൽ വർക്ക് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ LCMനെ നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുന്നു. LCM നമുക്കറിയാം ഇവിടെ 30 ആണ് കിട്ടുന്നത് അറിയാം. ഇനി നമ്മൾ എഫിഷ്യൻസി ആണ്, 1 ഡേ വർക്കിന് പകരം ഞാൻ എന്ത് എഴുതി, എഫിഷ്യൻസി, അവരുടെ കഴിവ് എഴുതുന്നു. 10നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ 30 വരും, 3, ഇവിടെ 2. ഇവർ 2 പേരും കൂടെ ചേരുമ്പോൾ ഒരു ദിവസം 5 വർക്ക് ചെയ്യും. 30/5 എത്രയാണ്, 6 ദിവസം കൊണ്ട് അവരെന്ത് ചെയ്യും, ആ വർക്ക് അവർ പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. എന്ത് മനസ്സിലായി? അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇതുപോലത്തെ വർക്ക് ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ്, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണേ, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് ക്ലിയർ ആണ്, നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തത്. ഇനി നമ്മൾ എഫിഷ്യൻസിയെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നു. എഫിഷ്യൻസിയും ഡേയും തമ്മിൽ ഇപ്പം നമുക്ക് ഡേ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയമാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ സമയം അല്ലെങ്കിൽ ദിവസം എല്ലാത്തിനെയും നമുക്ക് എന്താണ് പൊതുവായിട്ട് ടൈം എന്ന് പറയാം. ടൈം. ഓക്കെ, നമുക്ക് ഈ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10:15. സമയത്തിന്റെ അംശബന്ധം എടുക്കുമ്പോൾ 2:3 എന്ന് പറഞ്ഞൂടെ. ഇവിടെ സമയത്തിന്റെ അംശബന്ധം 2:3. അപ്പൊ നമുക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ, അതായത് ഇവരുടെ കഴിവിന്റെ റേഷ്യോ, കഴിവിന്റെ റേഷ്യോ നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്താ എടുക്കുന്നത്? കഴിവിന്റെ റേഷ്യോ എക്ക് 3 ബിക്ക് എന്താണ് 3:2 ആണ്. നമുക്ക് എന്ത് മനസ്സിലായി? എടാ, ഈ കാണുന്ന ജോലി ചെയ്യാനെടുക്കുന്ന സമയവും അവരുടെ എഫിഷ്യൻസിയും എന്ത് റിലേഷൻഷിപ്പിലാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ്. ദാറ്റ് മീൻസ് വിപരീത അനുപാതത്തിലാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വിപരീത അനുപാതം. ഇവിടെ നമുക്ക് എന്ത് പറയാം? ജോലി ചെയ്യാനെടുക്കുന്ന സമയവും ടൈമും അതുപോലെ തന്നെ എന്താണ് ജോലി ചെയ്യാനെടുക്കുന്ന സമയവും അതുപോലെ എഫിഷ്യൻസിയും എന്താണെന്ന് പറയാം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. എന്ന് പറയാം. അപ്പോൾ സമയത്തിന്റെ അംശബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാനായിട്ട് പറ്റും? കഴിവിന്റെ അംശബന്ധം എടുക്കാൻ പറ്റും. ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയും. ഓക്കെ, ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. എപ്പോഴും നമ്മൾ ശമ്പളം, സാലറി വീതം വെക്കുന്നത്, അതായത് നമ്മൾ എന്താണ് 2 പേര് കൂടി ജോലി ചെയ്യുമ്പോൾ അവർ ശമ്പളം വീതം വെക്കുന്നത് ഈക്വലായിട്ടായിരിക്കില്ല. അവർ സാലറി വീതം വെക്കുന്നത് എന്തിൻ്റെ റേഷ്യോയുടെ ആയിരിക്കും? കഴിവിൻ്റെ അംശബന്ധത്തിൽ, അതായത് എഫിഷ്യൻസിയുടെ റേഷ്യോയിലായിരിക്കണം, കഴിവിൻ്റെ അംശബന്ധത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സാലറി ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ശമ്പളം വീതം വെക്കേണ്ടത്, അവർക്ക് കിട്ടുന്ന വരുമാനം വീതം വെക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? കഴിവിൻ്റെ അംശബന്ധത്തിലായിരിക്കണം. അപ്പോൾ ഒന്നുകൂടി എന്താ പറഞ്ഞത്? എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒരു ജോലി 15 ദിവസം കൊണ്ടും ചെയ്യും. LCM എടുക്കുന്നു. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? ആൻസറിലേക്ക് പോയ മെത്തേഡ് നമുക്ക് ക്ലിയർ ആണ്. ഇനി പറഞ്ഞ ഒരു കാര്യം, സമയവും കഴിവും, ടൈമും എഫിഷ്യൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്, വിപരീത അനുപാതത്തിലാണ് എന്നുള്ളത് കൂടി ഓർക്കുക. ഇതൊക്കെ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടെ. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്യും. ഇവർ ഒരുമിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ മെത്തേഡുകളും ഇവിടെ ചെയ്യാം. എ ഉണ്ട്, ബി ഉണ്ട് കേട്ടോ. എയും ബിയും, എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒരു ജോലി 12 ദിവസം കൊണ്ടും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ LCM എടുക്കണം എന്നുള്ളതാണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്താണ് LCM എടുക്കുമ്പോൾ ഇത് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ്. LCM ആൻഡ് HCFന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിക്കാണും. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, അതായത് തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളാണ് എങ്കിൽ
അവരുടെ LCM കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് എന്തുവാ? യെസ്, ഇത്രയേ ഉള്ളൂ. 10ഉം 12ഉം ആണ് തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യ. ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ പകുതി എടുത്ത് മറ്റേനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പകുതി 6 കേട്ടോ, 12ന്റെ പകുതി 6. നമുക്ക് എത്ര എന്ന് എടുക്കാം? 60 LCM എന്ന് എടുക്കാം. 60 LCM എന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ നോക്കിക്കേ, നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് 10ഉം 12, വലിയ നമ്പർ 12, 12നെ 10 കൊണ്ട് ഭാഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇരട്ടി എടുത്തു 24, 24നെ 10 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല. വീണ്ടും ഒരു 12 കൂട്ടുമ്പോൾ 36, 36നെ 10 കൊണ്ട് പറ്റത്തില്ല. വീണ്ടും ഒരു 12 കൂട്ടുമ്പോൾ 48, 48നെ 10 കൊണ്ട് ഭാഗിക്കാൻ കഴിയില്ല. വീണ്ടും ഒരു 12 കൂട്ടുമ്പോൾ 60. നോക്കിക്കേ, 60നെ 10 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. അപ്പോൾ 60 LCM. കണ്ടോ? ഇതാണ് മെത്തേഡ്. 60ന്റെ 5 മടങ്ങ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കേസ് എന്തുവാ? നമ്മൾ LCM ആൻഡ് SCFന്റെ ക്ലാസ് കൃത്യമായിട്ട് കാണണം. തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളാണെങ്കിൽ LCM എടുക്കാൻ, തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളാണെങ്കിൽ ഒന്നിന്റെ പകുതി എടുത്ത് മറ്റതിനോട് ഗുണിക്കുക, ഒന്നിന്റെ പകുതി എടുത്ത് രണ്ടാമത്തെ സംഖ്യയോട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ LCM എത്ര എന്ന് കിട്ടി? 60 എന്ന് കിട്ടി. അപ്പോൾ ഈ 60 ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ടോട്ടൽ വർക്ക്, ആകെ ജോലിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആകെ ജോലിയായിട്ട് കണക്കാക്കുന്നത് 60. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എഫിഷ്യൻസി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ എഫിഷ്യൻസി ഒന്ന് എഴുതി നോക്കാം. എഫിഷ്യൻസി എഴുതുമ്പോൾ 10നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 60 വരും? നമുക്കറിയാം 6 അല്ലേ? മൊത്തം 60 റൂമുകളുണ്ട്. അല്ലെങ്കിൽ ഈ കഥയൊന്ന് ആലോചിച്ച് നോക്കുക. മൊത്തം 60 റൂമുകളുണ്ട്. A 10 ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യും. അപ്പോൾ A ഒരു ദിവസം 6 റൂം വെച്ച് പെയിന്റ് ചെയ്യണം. 12 റൂം 12 ദിവസം കൊണ്ടാണ് B വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 60 റൂമുകൾ പെയിന്റ് ചെയ്യാൻ Bക്ക് എത്ര ദിവസം എടുക്കും? 5 ദിവസം എടുക്കും. 12 × 5 ആണ് 60 അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. എയും ബിയും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, എയും ബിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നെങ്കിൽ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഒരു ദിവസം A 6 റൂം പെയിന്റ് ചെയ്യും, B 5 റൂം പെയിന്റ് ചെയ്യും. രണ്ടുപേരും കൂടെ ചേരുമ്പോൾ 11 റൂമല്ലേ പെയിന്റ് ചെയ്യുന്നത്? 11 റൂമല്ലേ പെയിന്റ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ആൻസർ 60 / 11. 60നെ 11 കൊണ്ട് ഭാഗിക്കണം അല്ലേ? 60നെ 11 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് മിക്സർ ഫ്രാക്ഷനിൽ ആൻസർ എഴുതാം. മിശ്ര ഭിന്നത്തിലാണ് നമ്മൾ ആൻസർ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ 5 55 എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആൻസർ എന്തുവാ? യെസ്, നമുക്ക് 5 ദിവസവും എത്രയാണ്? 5/11 ദിവസം എന്ന് കിട്ടും. ദിവസം എന്നാണ് ആൻസർ. ക്ലിയർ ആണെന്ന് നോക്കിക്കേ, നമ്മുടെ മെത്തേഡ് ക്ലിയർ ആണെന്ന് നോക്കിക്കേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോബ്ലം ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് ഓക്കെയാണ്, മെത്തേഡ് ക്ലിയർ ആണ്, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. നമ്മൾ നല്ലൊരു ട്രാക്കിലായതിനു ശേഷം മതി നമുക്ക് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? നമുക്ക് A ഒരു ജോലി 3 ദിവസം കൊണ്ടും, B അതേ ജോലി 4 ദിവസം കൊണ്ടും, C അതേ ജോലി 6 ദിവസം കൊണ്ടും ചെയ്യും. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിക്കേ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, വ്യത്യാസം നോക്കിക്കേ. വ്യത്യാസം എന്തുവാ പറഞ്ഞേക്കണേ? 3 പേരായി. 3 പേരാണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ചെയ്യാം. 4 പേരാണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ചെയ്യാം. 5 പേരാണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ചെയ്യാം. എത്ര പേരാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രോബ്ലം ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നേ A ഉണ്ട്, പിന്നുള്ളത് B ഉണ്ട്, പിന്നുള്ളത് C ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. A ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? A ഒരു ജോലി 3 ദിവസം എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. B അതേ ജോലി 4 ദിവസം എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. B അതേ ജോലി 4 ദിവസം എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. C അതേ ജോലി 6 ദിവസം എന്ന് പറയുന്നു. അപ്പം നമ്മൾ എന്താ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ LCM. 3 പേരുണ്ടെങ്കിൽ 3 പേരുടെ LCM 3, 4, 6 ന്റെ LCM ആണ് എടുക്കേണ്ടത്. നോക്കാം, ഏറ്റവും വലിയ നമ്പർ ആര്? ഏറ്റവും വലിയ നമ്പർ 6 ആണ് അല്ലേ? 6നെ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റും, പക്ഷെ 4 കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 6ന്റെ ഇരട്ടി LCM എടുക്കുന്ന മെത്തേഡാണ്, ഷോർട്ട് കട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? 6ന്റെ ഇരട്ടി എടുത്തു 12. 6ന്റെ ഇരട്ടി 12 എടുത്തപ്പോൾ 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റും, 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. LCM എന്ത് തന്നെയാണ്? 12. നമുക്കറിയാം LCM ആരാണ്? ടോട്ടൽ വർക്കാണ്, ആകെ ജോലിയാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടേ. ഇനി നമ്മൾ എഫിഷ്യൻസി, ഇനി എപ്പോഴും ഇങ്ങനെ എഴുതണമെന്നില്ല, എഫിഷ്യൻസിയാണ് ഇവിടെ എഴുതുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരുമല്ലോ, വരും. നമ്മൾ എഫിഷ്യൻസിയാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ എഫിഷ്യൻസി എഴുതുമ്പോൾ എത്ര കിട്ടും? 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 വരും. നമുക്കറിയാം 4. എയുടെ എഫിഷ്യൻസി 4. ബിയുടെ എഫിഷ്യൻസി നോക്കുക, 4നെ എത്ര കൊണ്ടും 3. സിയുടെ എഫിഷ്യൻസി 2. കണ്ടോ? നോക്ക്, 3 × 4 12, 4 × 3 12, 6 × 2 12. കേട്ടോ, നമ്മൾ എന്ത് ചെയ്തു? എഫിഷ്യൻസി എഴുതി. ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യാൻ പോവാണ്.
എന്നല്ലേ ഇവർ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇത് 3 കൂടെ ഞാൻ പ്ലസ് ചെയ്യുന്നു. ഇവരുടെ എഫിഷ്യൻസി ഇവരുടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് ഞാൻ ഈ എഴുതിയുന്നത് ആഡ് ചെയ്യുന്നത് കേട്ടോ. 4 3 7 7 2 9. അപ്പോൾ 9 ആണ്. 3 പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി 9 വർക്കാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തുമായിരിക്കും? 12 ഡിവൈഡഡ് ബൈ 9. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4/3 അല്ലേ വരുന്നത്. 4/3 നമുക്ക് എന്ത് ഫ്രാക്ഷനിൽ കിടക്കുന്നു? ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ കിടക്കുന്നു. ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ കിടക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? 1/3 ദിവസം. ഇംപ്രോപ്പറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? മിക്സഡിലോട്ട് കൺവേർട്ട് ചെയ്തു. എന്നാൽ ഈ സെയിം ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ മണിക്കൂറിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 1/3 അവേഴ്സ് എന്ന് പറയും. മണിക്കൂറിൽ തന്നെ ആയിരിക്കും പറയുന്നത്. എന്താണോ നമ്മുടെ ചോദ്യം അതിനനുസരിച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പേരാണെങ്കിലും നമ്മൾ ചെയ്തു. 3 പേരെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കിയാലോ? നമുക്ക് 3 പേരെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന ആൾ 10 ദിവസം കൊണ്ടും, ബി എന്ന് പറയുന്ന ആൾ എത്ര ദിവസം കൊണ്ടും? 20 ദിവസം കൊണ്ടും, സി എന്ന് പറയുന്ന ആൾ എത്ര ദിവസം കൊണ്ടും? 30 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തീകരിക്കും. അപ്പോൾ എ ഒരു ജോലി 10 ദിവസം, ബി ഒരു ജോലി 20 ദിവസം, സി ഒരു ജോലി 30 ദിവസം കൊണ്ട് പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പില് LCM എടുക്കാം. LCM എത്രയാണ്? LCM നോക്കാം. വലിയ നമ്പർ ആരാണ്? 30 ആണ്. 30യെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 10 കൊണ്ട് പറ്റും. അപ്പം നമ്മൾ എന്താണ്? നമുക്ക് 30യുടെ ഇരട്ടി എടുക്കാം. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴേ തന്നെ നമ്മൾ ഇരട്ടി എടുക്കണം. ഇരട്ടി എടുക്കുമ്പോൾ എത്ര കിട്ടും? 60. 60നെ 20 കൊണ്ട് ഭാഗിക്കാൻ പറ്റും, 10 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. അപ്പോൾ LCM എത്രയാണ്? 60. 60 ഇവിടുത്തെ ടോട്ടൽ വർക്ക്. ആകെ ജോലി എന്ന് പറയുന്നത് 60 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 60 ആണെങ്കിൽ ഇനി നമ്മൾ എഫിഷ്യൻസി കേട്ടോ, എഫിഷ്യൻസിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ 10 60 ആവണമെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെറ്റല്ലേ? സെറ്റല്ലേ എഴുതിയേക്കുന്നത്? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് 3 പേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ട് 6 3 9 2 11 ഇവരുടെ എഫിഷ്യൻസി. നമുക്ക് നോക്കാം. 60 ഡിവൈഡഡ് ബൈ 11 എന്ത് വരും? 5/11 ഡേയ്സ്, ദിവസം എന്ന് ആൻസർ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. ബിയും എയും കൂടി ഒരുമിച്ച് അതേ ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കേ, നമ്മൾ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യനാണ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. നമ്മൾ നേരത്തെ എങ്ങനെയാണോ പഠിച്ചത് അതേ മെത്തേഡ്, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക കേട്ടോ. എ ഒരു ജോലി 30 ദിവസം, വിഷയമില്ല, 30 ദിവസം അവിടെ കിടക്കട്ടെ. പിന്നെ ഉള്ളത് ബിയും എയും കൂടി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബിയും എയും അതുപോലെ തന്നെ എഴുതിക്കോ. ക്വസ്റ്റ്യന് തരുന്ന കാര്യം അതുപോലെ കേട്ടോ, ടെൻഷൻ അടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്ക്, ബിയും എയും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 12 ദിവസം കൊണ്ട് ചെയ്യും. എന്താ വിഷയം? നമ്മൾ നോർമലായിട്ട് ചെയ്യും പോലെ നമ്മൾ എഴുതുന്നു. ഇനി നോക്ക്, LCM എടുക്കുന്നു. ഒന്നുമില്ല, നോർമൽ സ്റ്റെപ്പാണ് കേട്ടോ. LCM എടുക്കുന്നു. LCM എന്തായിരിക്കും? ഈ കാണുന്ന 30ന്റെയും 12ന്റെയും LCM തന്നെ എടുക്കൂ. 30ന്റെയും 12ന്റെയും LCM തന്നെ എടുക്കൂ. 30ന്റെയും 12ന്റെയും LCM നോക്കുമ്പോൾ വലിയ സംഖ്യ 30 ആണ്. 30നെ 12 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല. 30ന്റെ ഇരട്ടി എടുത്തു, 60. 60 ഇവിടുത്തെ LCM. 60നെ 12 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. സെറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്ക് എഫിഷ്യൻസി എഴുതി നോക്കാം. നമ്മൾ നേരത്തെ സ്റ്റെപ്പ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എഫിഷ്യൻസി എഴുതുന്നു. എഫിഷ്യൻസി എഴുതുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 30നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിയാണ് പോയിന്റ്. ഇതുവരെ നമ്മളെ നോർമൽ സ്റ്റെപ്പായിരുന്നു, ഒരു മാറ്റവും ഇല്ലാതെ നമ്മളെ നോർമൽ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇനിയാണ് ഇതിൻ്റെ ഇനിയാണ് ഇതിൻ്റെ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലിയർ ആക്കാം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കണേ. നോക്ക്, നിങ്ങളൊരൊറ്റ കാര്യം നോക്കിയാൽ മതി. എ ഒരു ദിവസം 2 റൂം പെയിൻറ് ചെയ്യും. ഒരു ദിവസത്തെ വർക്കാണല്ലോ അവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഒരു ദിവസത്തെ വർക്കല്ലേ അവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ ഒരു ദിവസം 2 റൂം പെയിൻറ് ചെയ്യും. 2 റൂം പെയിൻറ് ചെയ്യും. എന്നാൽ ഇവിടെ നോക്കിക്കേടാ, ബിയും എയും കൂടിയാണ് ഒരു ദിവസം 5 റൂം പെയിൻറ് ചെയ്യുന്നത്. പിടികിട്ടി? ബിയും എയും കൂടി ഒരു ദിവസം 5 റൂം.
എ ഒരു ദിവസം 2 റൂം. നമുക്ക് ബിയുടെ എഫിഷ്യൻസി അറിഞ്ഞാൽ ആൻസറിലേക്ക് പോകാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ എന്താ നമ്മുടെ ചോദ്യം? എ ഒരു ദിവസം 2 റൂം, ബിയും എയും കൂടി ഒരു ദിവസം 5 റൂം. 2 പേരും കൂടി ചേർന്ന് ചെയ്യുന്നതാണ് 5 റൂം. എ ഒറ്റയ്ക്ക് 2 റൂം. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ബി ഒരു ദിവസം 3 റൂം അല്ലേ? എങ്ങനെ? 5-ന്ന് 2 കുറച്ച് 3. സെറ്റാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആവണം. ഇത് ക്ലിയർ ആയാലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സെറ്റ് ആവുള്ളൂ. എന്താ പറഞ്ഞത്? ബിയും എയും ബിയും കൂടി ഒരു ദിവസം 5 റൂം പെയിന്റ് ചെയ്യും. എയും ബിയും കൂടി ഒരു ദിവസം 5 റൂം. അതിൽ എൻ്റെയും ബിന്റെയും വർക്കാണ് ഈ 5. എൻ്റെയും ബിന്റെയും വർക്കാണ് 5. അതിൽ നിന്ന് ആരുടെ ജോലി പോയി? എയുടെ ജോലി പോയി. ബാക്കി എന്തേ ഉള്ളൂ? ബിയുടെ വർക്ക്. എത്രയെന്ന് കിട്ടി? 3. ഇപ്പം ബി ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തീകരിക്കും? ബി ഒരു ദിവസം 3 വർക്ക് ചെയ്യുമെങ്കിൽ 60 റൂം പൂർത്തിയാക്കാൻ 60/3 എത്രയെന്ന് കിട്ടി? 20 ഡേയ്സ് എന്ന് ആൻസർ. സെറ്റാണെന്ന് ആലോചിക്കുകയാണ്. കാര്യം പിടികിട്ടിയാന്ന് ആലോചിക്കുക. സെറ്റാണെന്ന് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ്. എങ്കിൽ ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ട? ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട. ഇതിനൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും ഓരോ ഫോർമുല വെച്ച് നമ്മൾ പഠിക്കേണ്ടി വരും. ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സെയിം മോഡലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് പറയുന്നത് കേട്ടോ. എ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. എ നേരത്തെ പോലെയാണ് എ ഒരു ജോലി 12 ദിവസം. എന്നാൽ എയും ബിയും കൂടി നോക്ക്, എ പ്ലസ് ബി ആണ്. എയും ബിയും കൂടി അത് എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതേ ജോലി 4 ദിവസം. അപ്പം ഞാൻ എന്ത് ചെയ്തു? 4 ദിവസം. അപ്പോൾ 4 ദിവസം നോക്കി. ഇനി അടുത്ത ബി ഒറ്റയ്ക്ക് ആ ജോലി ബി ഒറ്റയ്ക്ക് ചെയ്യണം. LCM എടുക്കുന്നു. LCM എത്ര തന്നെയാണ്? 12 തന്നെയാണ്. ഇവിടെ 1, ഇവിടെ 3. അപ്പോൾ എ ഒരു ജോലി 12 ദിവസം. അപ്പോൾ എ ഒരു ദിവസം എത്ര റൂം? ഒരു ദിവസത്തെ വർക്കാണ്, 1 ഡേ വർക്കാണ്. 1 ഡേ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. എ ഒരു ദിവസം 1 റൂം പെയിന്റ് അടിക്കും. ബി ഒരു ദിവസം, എയും ബിയും കൂടി ഒരു ദിവസം, ഇത് എ മാത്രമേ ഉള്ളൂ, ഇത് എയും ബിയും കൂടി ഒരു ദിവസം 3 റൂം പെയിന്റ് അടിക്കും. അപ്പൊ ബിയുടെ വർക്ക് കിട്ടി. എത്രയെന്ന് കിട്ടി? ആ 3-ന്ന് 1 പോകുന്നു. എ ഒരെണ്ണേ ചെയ്യൂ. ബിയും കൂടെ ചേർന്ന് എത്ര ചെയ്യും? 3 എണ്ണം ചെയ്യും. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എത്ര? 2. അപ്പോൾ 12/2 6 ഡേയ്സ് എന്ന് ആൻസർ. ക്ലിയർ ആണോ നോക്കിക്കേ. മെത്തേഡ് ക്ലിയർ ആണോ? പ്രോബ്ലം പഠിച്ചത് സെറ്റ് ആണോ എന്ന് നോക്കണം. നോക്കിയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് പിന്നീട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് വരും. ഇപ്പൊ നോക്കിക്കേ, ABC എന്ന് ഉദ്ദേശിക്കുന്നത് എയും ബിയും സിയും കൂടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എയും ബിയും സിയും കൂടി ഒരു ജോലി 16 ദിവസം കൊണ്ട് ചെയ്യും. എയും ബിയും സിയും കൂടി ഒരു ജോലി 16 ദിവസം കൊണ്ട് ചെയ്യും. എയും സിയും കൂടി അതേ ജോലി 24 ദിവസം. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് എന്തുവാ? എയും ബിയും സിയും കൂടി ഒരു ജോലി 16 ദിവസം കൊണ്ടും എയും സിയും കൂടി 24 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തീകരിക്കും എന്ന് പറയുന്നു. എങ്കിൽ ബിക്ക് ആ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം വേണം എന്നുള്ളതാണ്. നമ്മൾ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം എ എഴുതി, ബി എഴുതി, സി എഴുതി, 3 പേരും കൂടെ 16. അടുത്തത് എയും സിയും കൂടി 24. LCM എടുക്കാം. LCM എത്ര കിട്ടും നമുക്ക് നോക്കാം. 24 ഉണ്ട്, ഇവിടെ 16 ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? 24ന്റെ ഇരട്ടി എടുത്ത് നോക്കാം. 2 സംഖ്യകളല്ലേ. 24 ഇരട്ടി എടുക്കുമ്പോൾ 48. 48നെ 16 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല. 3 16 48 അപ്പൊ LCM എത്ര തന്നെയാണ്? 48 ആണെന്ന് പിടികിട്ടി. ഇനി നമ്മൾ എഫിഷ്യൻസി, 1 ഡേ വർക്ക് എഫിഷ്യൻസി ഇവിടെ 3 എന്നും ഇവിടെ 2 എന്നും കിട്ടും. അപ്പോൾ നോക്കണം, കാര്യം പിടികിട്ടി. നന്നായിട്ട് മനസ്സിലാക്കണം. ട്രാക്കിൽ വന്നവർക്ക് ഈസി, ഈ കൺസെപ്റ്റ് മനസ്സിലായവർക്ക് ഈസി. എയും ബിയും സിയും കൂടി ഒരു ദിവസം 3 റൂം പെയിന്റ് ചെയ്യും. എന്നാൽ എയും സിയും കൂടി ഒരു ദിവസം 2 റൂം. ഇതിൽ 3 പേരും ഉണ്ട്, ഇതിൽ 2 പേരേ ഉള്ളൂ. ഇല്ലാത്ത ആളാരാണ്? ബി. അപ്പം ബിയുടെ വർക്ക് കണ്ടുപിടിക്കാൻ 3 - 2 1. അപ്പൊ ബി ഒരു ദിവസം എത്രയും 1 റൂമേ പെയിന്റ് ചെയ്യൂ. അപ്പം 48 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 48/1 എത്രയാണ്? 48 ഡേയ്സ് എന്ന് തന്നെയായിരിക്കും ആൻസർ. കാര്യം ക്ലിയർ ആണോ നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ കോൺസെപ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോൺസെപ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വെറൈറ്റി ക്വസ്റ്റ്യൻസ്, ലിവിങ് ആയാലും ഈ ജോലി മതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. അത്ര ഈസിയാണ്.
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലിൽ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ടതാണ്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇന്ന് എൻ്റെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഇതും കൂടെ നമുക്ക് ചെയ്തിട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്ത് പറയുന്നു? അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കേസ് നോക്കിക്കേ. അപ്പോൾ വളരെ സീരിയസ്, വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. പിയും ക്യൂവും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. പിയും ക്യൂവും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ട്. അത് നമുക്ക് മനസ്സിലായി, കണ്ടപ്പോഴേ മനസ്സിലായി. ഇനി അടുത്തത് ക്യൂവും ആറും കൂടിയാണ് കേട്ടോ. ക്യൂവും ആറും കൂടി 15 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തീകരിക്കും. പിന്നുള്ളത് പിയും ആറും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, 20 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തീകരിക്കും എന്ന് പറയുന്നു. നമുക്ക് വേണ്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയും ക്യൂവും ആറും കൂടി ഇവർ 3 പേരും കൂടിയാണെങ്കിൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ, ഒരിക്കൽ കൂടി പറയാം. എങ്ങനെയാണ്? പിയും ക്യൂവും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ടും ക്യൂവും ആറും കൂടി ഒരു ജോലി 15 ദിവസം കൊണ്ടും പിയും ആറും കൂടി ഒരു ജോലി 20 ദിവസം കൊണ്ടും പൂർത്തീകരിക്കുന്നു എന്ന് ക്വസ്റ്റ്യന് പറയുന്നു. ഇവർ 3 പേരും കൂടി ആണെങ്കിൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയുന്നു. നമുക്ക് എന്ത് ചെയ്യണം, ഇവരുടെ LCM അങ്ങോട്ട് എടുക്കാം. LCM എന്താണെന്ന് നമുക്കറിയാം, അത് ടോട്ടൽ വർക്കാണ് നമുക്കറിയാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 12ന്റെയും 15ന്റെയും 20ന്റെയും LCM എത്രയായിരിക്കും? 20നെ 12 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല, 15 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല. 20ന്റെ ഇരട്ടി എടുത്തു 40. മനസ്സിൽ ഓർക്കണം, ഇത് നമ്മൾ മനസ്സിലാണ് ചെയ്യേണ്ടത്. 40നെ നമുക്ക് എന്താണ്, നമുക്ക് 12 കൊണ്ടും 15 കൊണ്ടും പറ്റത്തില്ല. വീണ്ടും ഒരു 20 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ആദ്യം 20 എടുത്ത് നോക്കി, അല്ലെന്ന് മനസ്സിലായി. 40 എടുത്തു, വീണ്ടും ഒരു 20 കൂടെ കൂടിയപ്പോൾ 60 നോക്കി. 60നെ 20 കൊണ്ട് ഭാഗിക്കാനും 15 കൊണ്ട് ഭാഗിക്കാനും 12 കൊണ്ട് ഭാഗിക്കാനും പറ്റും. സോ 60 ഇവിടുത്തെ LCM. ലെറ്റ് us assume the total work is 60. അപ്പം നമ്മൾ ടോട്ടൽ വർക്ക് എന്താണെന്ന് അസ്യൂം ചെയ്തു, 60 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനിയാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇപ്പം നോക്കിക്കേ, ഇപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് നോക്കിക്കേ. ഇവിടെ ടോട്ടൽ വർക്ക് 60 ആണെങ്കിൽ എഫിഷ്യൻസി എഴുതി നോക്കാടാ. എഫിഷ്യൻസി എഴുതി നോക്കാം. 12നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 വരും. 12നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 5 ആണ് 60. 15 × 4 ആണ് 60. 20 × 3 ആണ് 60. ഇനി ഞാൻ നെക്സ്റ്റ്, പക്ഷേ എനിക്ക് പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയാണ് വേണ്ടത്. നമ്മൾ ഈ എഫിഷ്യൻസി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞേ. ഇപ്പം ഞാൻ പറയാണ് 5 4 9 3 12 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 12 വന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 12 എന്ന് പറയുന്ന സംഖ്യ, ഈ 12 എന്ന് പറയുന്ന നമ്പർ ആരുടെ എഫിഷ്യൻസിയാണ്? പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെ എഫിഷ്യൻസി ആണോ? അല്ല. പോയിന്റ് ശ്രദ്ധിക്കുക, പോയിന്റ് ശ്രദ്ധിക്കുക. നോക്ക്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇത് ആരുടെ എഫിഷ്യൻസിയാണ്? ഈ 5 എന്ന് പറയുന്നത്. അത് പിയുടെയും ക്യൂവിൻ്റെയും എഫിഷ്യൻസി അല്ലേ? ആണ്. ഈ കാണുന്ന 4 അത് ക്യൂവിൻ്റെയും ആറിൻ്റെയും എഫിഷ്യൻസിയാണ്. അപ്പോൾ ഈ കാണുന്ന പിയും ആറോ അത് പിയുടെയും ആറിൻ്റെയും എഫിഷ്യൻസിയാണ് ഈ 3. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കിക്കേ, ഇത് പിയുടെയും ക്യൂവിൻ്റെയും എഫിഷ്യൻസി, ഇത് ക്യൂവിൻ്റെയും ആറിൻ്റെയും എഫിഷ്യൻസി, ഇത് പിയുടെയും ആറിൻ്റെയും എഫിഷ്യൻസി. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാലേ, ഇത് നമുക്ക് ഈ എഫിഷ്യൻസി നമ്മൾ ശരിക്കും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം? ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെ ഒരു പി ഉണ്ട്. അതായത് 2 പി 2 ക്യൂ ദെൻ 2 ആർ. ഇവരുടെ എഫിഷ്യൻസി അല്ലേ ഈ കാണുന്ന 12 എന്ന് പറയുന്നത്? ആണ്. അപ്പൊ നോക്ക്, 2 പി വന്നു, 2 ക്യൂ വന്നു, 2 ആർ വന്നു. അവരുടെ എഫിഷ്യൻസിയാണ് ഈ 12. നമുക്ക് ഈ 2 ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത് 12 ആയി. ഇനിയാണ് നമ്മൾ ആരുടെ എഫിഷ്യൻസിയിലേക്ക് പോകുന്നത്? പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ എഫിഷ്യൻസിയാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ പി വന്നു, ക്യൂ വന്നു, ആർ വന്നു. അപ്പൊ 12 ഇവിടെ ഇൻഡു ചെയ്ത 2നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആവും. അങ്ങനെ പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇവിടെ ഇൻഡു ചെയ്ത 2 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആയി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6. ശരിക്കും അവരുടെ എഫിഷ്യൻസി എത്രയാണ്? 6 ആണ്. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒരു ദിവസം പിയും ക്യൂവും ആറും കൂടി ചെയ്യുന്ന വർക്ക് 6 റൂമുകളാണ് പെയിന്റ് അടിക്കുന്നത്. മൊത്തം 60 റൂമുണ്ട്. 60 / 6
10 ദിവസം കൊണ്ട് അവരെന്ത് ചെയ്യും? ഈ ജോലി ഇവർ പൂർത്തീകരിക്കും എന്ന് പറയാം. സെറ്റല്ലേ? കാര്യം പിടികിട്ടിയ നോക്ക്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എവിടെയായിരിക്കുന്നത് നോക്കിക്കേ. ഏറ്റവും വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഈ എഫിഷ്യൻസി എടുക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത് പിന്റെയും ക്യൂവിന്റെയും എഫിഷ്യൻസിയാണ്, ഇത് ക്യൂവിന്റെയും ആറിന്റെയും എഫിഷ്യൻസിയാണ്, ഇത് പിന്റെയും ആറിന്റെയും എഫിഷ്യൻസിയാണ്. ആ എഫിഷ്യൻസി എടുക്കുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സംഭവം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ PSC പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് മാത്രം വെച്ചുകൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മോഡൽ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ജോലി മതിയാക്കി പോകുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇന്നത്തെ ഈ വീഡിയോയിൽ കാണത്തില്ല. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കണം? ഇന്ന് പറഞ്ഞ കാര്യം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അതിൻ്റെ ബേസ് നിങ്ങൾ സെറ്റായി മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയാം, ഇനി അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നും, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നോക്കിക്കേ, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days. ബി എത്ര ദിവസം കൊണ്ടും? 15 ദിവസം കൊണ്ടും പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നു. ഇഫ് ബോത്ത് ഡു വർക്ക് ടുഗദർ, അവർ ഒരുമിച്ചാണ് ആ ജോലി ചെയ്യുന്നത് എങ്കിൽ then in how many days will the work be completed? എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. മലയാളത്തിൽ പഠിക്കുന്നതിൽ പ്രശ്നമില്ല, എന്നാലും ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യൻ. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days. എ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി ഒരു ജോലി 15 ദിവസം കൊണ്ടും ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ബോത്ത് ഡു വർക്ക് ടുഗദർ, അവർ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾ, ഒന്നാമത്തെ ആൾ എ ആണ്, അത് 12 ദിവസം കൊണ്ടും ബി എന്ന് പറയുന്ന ആള് 15 ദിവസം കൊണ്ടും ജോലി പൂർത്തീകരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ LCM എടുക്കുന്നു. LCM നമുക്കറിയാം 60 ആണ്. 12ഉം 15ഉം കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കരുത്. LCM എത്രയാണ്? 60 ആണ്. നമ്മൾ എഫിഷ്യൻസി എഴുതുന്നു. എഫിഷ്യൻസി എഴുതുമ്പോൾ നമുക്ക് ഇവിടെ എത്രയെന്ന് കിട്ടുന്നു? ഇവിടെ 5 എന്നും ഇവിടെ 4 എന്നും. ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ 9 വർക്ക്. അവർ ഒരുമിച്ചാണ് ജോലി പൂർത്തീകരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ 9 ആൻസറിലേക്ക് പോകാൻ 60 ഡിവൈഡഡ് ബൈ 9 നമ്മൾ ചെയ്യുന്നു. ലീസ്റ്റ് ഫോമിലോട്ട് മാറ്റുമ്പോൾ 20/3 എന്നാവും അല്ലെ? 20/3. 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടണം? നമുക്ക് 6 2/3 ഡേയ്സ് ആണ്. ഇംപ്രോപ്പർ ആണ്. ഞാൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? മിക്സർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് ആൻസറിലേക്ക് പോയി. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇപ്പോൾ നോക്കിയേ, എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ്. എ ഉണ്ട്, ബി ഉണ്ട്, ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 20, 24 and 30 days respectively. Then in how many days they take to finish the work it in? If they work together will be എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി 24 ദിവസം കൊണ്ടും സി 30 ദിവസം കൊണ്ടും ചെയ്യുന്നു. ഇവർ ഒരുമിക്കുകയാണ് എങ്കിൽ, എയും ബിയും സിയും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് എങ്ങനെ ചെയ്യാം? ആദ്യം എ എന്ന് പറയുന്ന ആള് 20 days ആണ്. ബി എന്ന് പറയുന്നത് 24 days ആണ്. സി എന്ന് പറയുന്നത് 30 days ആണ്. നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലേ? 3 പേരാണെങ്കിൽ LCM എടുക്കും. എത്രയാണ് നമുക്ക് LCM വരുന്നത്? LCM 30, 24, 60, 20 അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 30ന്റെ ഇരട്ടി എടുക്കാം. 30നെ ഒരു സംഖ്യ കൊണ്ടും പറ്റത്തില്ല, 60 ആണ്. 60നെ 20 കൊണ്ട് പറ്റും, പക്ഷെ 24 കൊണ്ട് പറ്റത്തില്ലല്ലോ. 60ന്റെ ഇരട്ടി എടുത്ത് നോക്കൂ, 120 ആണ് വരുന്നത്. 120 ആണ് ഇവിടുത്തെ LCM. എല്ലാ സംഖ്യകളും കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 10 എന്ന് വരും. 24 ഇൻറ്റു എത്രയാണ്? 5 ആണ് ചെയ്യേണ്ടത്. ഇത് എത്രയാണ് ചെയ്യേണ്ടത്? 4 ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം നമുക്ക് 30 ഇൻറ്റു 4 120, 24 ഇൻറ്റു 5 120, 20 ഇൻറ്റു 6 ആണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ്. 20 ഇൻറ്റു 6 ആണ് 120. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇവർ 3 പേരും കൂടെ ഒരുമിക്കുന്നു.
6 4 10 15 ടോട്ടൽ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. 120 ഡിവൈഡ് ബൈ 15 നമ്മൾ ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടും? 120 ഡിവൈഡ് ബൈ 15 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് നമുക്ക് ചെയ്യാം. നമുക്ക് എത്രയും കിട്ടും? നമുക്ക് 60 6 5 30 7 8 ഡേയ്സ് എന്ന് കിട്ടും. 8 ഡേയ്സ് കൊണ്ടാണ് ഇവർ പൂർത്തീകരിക്കുന്നത്. ഓക്കെ, 80 8 5 40 120 ഡിവൈഡ് ബൈ 15 എന്ന് പറയുമ്പോൾ 8 ഡേയ്സ് എന്നാണ് ആൻസർ വരുന്നത്. ഇതെല്ലാം മുമ്പ് ചോദിച്ചിട്ടുള്ള PYQ ആണ്. ഓരോ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്.